ഈ കാസർഗോഡ് അല്ലെ, ഇവിടെ ചെറുവത്തൂർ മുസ്ലിം ലീഗിന്റെ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ചാനൽ നിങ്ങൾ കേട്ടില്ലേ? എന്താ വിളിച്ചു വന്നത്? എല്ലാ മതവിശ്വാസികളും ഓടി വരണം, എല്ലാവരും ഓടി വരണം. പള്ളിയിൽ മണിയടിക്കുന്ന ഞങ്ങൾ കണ്ടില്ലേ? മറ്റേ മൃഗയ എന്ന് പറഞ്ഞ സിനിമയിൽ പുലിനെ കണ്ടപ്പം കുതിരവട്ടം പപ്പു എന്ന് അച്ഛനോട് പറയുന്നല്ലോ, അച്ഛാ പുലിനെ കണ്ടു. അപ്പൊ അച്ഛനും കുതിരവട്ടം കൂടി പോകുമ്പോ ഈ കപ്പിയാർ വന്നിട്ട് ചോദിക്കും മണി അടിക്കണം അച്ഛൻ. അപ്പൊ കുതിരവട്ടം പപ്പുവിന്റെ ഒരു മറുപടി ഉണ്ട്, അടിക്കട്ട അച്ഛന്നോ, പോയ അടിയിടാം. കാരണം നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ പള്ളിയിലെ മണി അടിക്കണം എന്നതുപോലെ ഈ പെണ്ണ് ഇതാ അപകടം, മുസ്ലിങ്ങൾ ആകെ അപകടത്തിലാണ്, എല്ലാവരും ഓടി വരണം. ചെറുവത്തൂരിലെ പള്ളി ഇതാ കമ്മ്യൂണിസ്റ്റുകാർ എറിഞ്ഞ് തകർക്കാൻ പോകുന്നു. ഈ കേരളത്തിൽ എവിടെയെങ്കിലും ചർച്ചയായോ വിഷയം? നിങ്ങളൊന്ന് ആലോചിച്ചു. ആ പള്ളി മഹല്ല് കമ്മിറ്റി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, പള്ളി ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ രക്ഷപ്പെട്ടത്? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് ആദ്യത്തെ അനുഭവമാണ്. ആ സ്ത്രീ മാത്രം പറഞ്ഞാണോ? മാതാപുരത്തെ തെരുവമ്പറമ്പിലെ നബീസുവിനെ നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തു ഡിവൈഎഫ്ഐക്കാരനായ ബിനു. ഡിവൈഎഫ്ഐ ഒക്കെ അവിടെ നിൽക്കട്ടെ, ബിനു ഹിന്ദുവാ. നിസ്കാരപ്പായ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ മുറിയാണ്. അപ്പൊ ഇവിടെ ഒരു മുസ്ലിം പാടം നമസ്കരിക്കാം, സമ്മേളനത്തിൽ വന്നു നിസ്കരിച്ചാൽ അത് വലിയ വാർത്ത. സമ്മേളനത്തിന് ഒരു CPM-ന്റെ ഏത് സമ്മേളനത്തിനുമായിട്ട് ഒരാൾ മുസല്ല ഇട്ട് നമസ്കരിക്കുകയാണെങ്കിൽ ആ മുസല്ല പൂജാമുറിയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ മഗ്രിബ് നമസ്കരിക്കുന്ന മുസ്ലിമായ നബീസുവിനെ നിസ്കാരപ്പായിലിട്ട് ബിനു ബലാത്സംഗം ചെയ്തു. ആരാ ഇത് പ്രചരിപ്പിച്ചത്? വെറും ഒരു ലീഗുകാർ മാത്രമാണ്. കോഴിക്കോട് കടപ്പുറം സോണിയാഗാന്ധി വന്ന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം തീരുമാനിച്ചു, നബീസുവിന് കൊടുത്തു. ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ പ്രസംഗിച്ചു, ഇനി ഒരു സ്ത്രീക്കും ഈ ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ. ഇവര് രണ്ടുപേരും സാക്ഷ്യപ്പെടുത്തി UDF-ന്റെ എല്ലാമായ ആളുകൾ ഈ നാട് മുഴുവൻ ലീഗ് പ്രചരിപ്പിച്ചു. എന്താ പ്രചരിപ്പിച്ചത്? തെരുവമ്പറമ്പിലെ നബീസുവിനെ ബലാത്സംഗം ചെയ്തു. അതിന്റെ പേരിൽ ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു. ആളാത പ്രകടനം നടക്കുമ്പോ കല്ലാച്ചി അങ്ങാടിയിൽ വെച്ച് ബിനുവിനെ വെട്ടിക്കൊന്നു, സ്വന്തം ടാക്സി വാഹനത്തിന് മുമ്പിലിട്ട്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കല്ലാച്ചി അങ്ങാടിയിലൂടെ വൃദ്ധയായ ഒരു അമ്മ അങ്ങനെ നടക്കുകയാണ്. ബിനുവിന്റെ പ്രായമുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ ഓടിച്ചെന്നിട്ട് ചോദിക്കും, നീ എന്റെ മകൻ ബിനുവല്ലേ? അല്ലാന്ന ചെറുപ്പക്കാർ പറയുമ്പോ വിതുമ്പി കരഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ബിനുവിന്റെ അമ്മയെ കണ്ടപ്പോ നബീസുവിന് സഹിക്കാൻ പറ്റിയില്ല. കോഴിക്കോട് മുതലക്കുളത്തിനടുത്തുള്ള പ്രസ് ക്ലബിന്റെ മുമ്പിൽ രാവിലെ 10 മണിക്ക് പർദ്ദ ധരിച്ച ഒരു സ്ത്രീ, പത്രക്കാരി ചാരാങ്ങൾ, അവർ പറഞ്ഞു തെരുവമ്പറമ്പിലെ നബീസു. പത്രക്കാർ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഞാനും ബിനുവും അയൽക്കാരായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ലീഗ് വന്നിട്ട് പറഞ്ഞ തർക്കത്തിൽ ഞങ്ങൾ ഇടപെടാം, പക്ഷേ ഞങ്ങൾ ഒരു കഥ പ്രചരിപ്പിക്കും. അവർ കഥ പ്രചരിപ്പിച്ചപ്പോ ഞങ്ങൾ മിണ്ടിയില്ല. പക്ഷേ അതിങ്ങനെയാകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല. സംശയമുണ്ടോ? ചന്ദ്രിക പത്രത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് ചന്ദ്രിക പറയുന്ന മെഡിക്കൽ റിപ്പോർട്ട് വന്നു. അപ്പോഴേക്കും ബിനുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറി ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. എന്താ കാരണം? 1921 കുറെ പിറകിലേക്ക് പോകണം. അന്ന് 21 നമ്മള് ഈ മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോട് എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ്. ഏതു ഏറ്റ് മുട്ടുവാൻ നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ്. ഏതു ഏറ്റ് മുട്ടുവാൻ. ഞാനിങ്ങനെ പാളി വെക്കുക എന്താ അറിയാം, ചില സ്ഥലത്ത് ഞാൻ ഈ പാട്ട് പാടുമ്പോ ദൂരെ നിൽക്കുന്ന ലീഗിന്റെ പ്രായ ആളുകൾ ഇങ്ങനെ തലയാട്ടും. പാവങ്ങൾ വിചാരിച്ചത് ഇത് മോയിൻകുട്ടി വൈദ്യരെ എഴുതിയതാണ്. 1921 100-ാം വാർഷികം ഞങ്ങൾ ആചരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അന്ന് ലീഗ് ആചരിച്ചു, SDPI-ക്കാർ ആചരിച്ചു, ജമാഅത്ത് ഇസ്ലാമിക്കാർ ആചരിച്ചു. അന്ന് അവരും പാടി ഈ പാട്ട്. അന്ന് 21 നമ്മള്. പാട്ട് എഴുതിയതാണെന്നറിയോ? മോയിൻകുട്ടി വൈദ്യരെ എഴുതിയല്ല. ഇത് എഴുതിയ മനുഷ്യന്റെ പേര് സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. ഇതിന്റെ പേരിലാണ് കുണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലിട്ട് അയാളുടെ വിരൽ അടിച്ചു തകർത്തത്. ഈ കവിത പ്രസിദ്ധീകരിച്ചതിനാണ് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാരൻ അടച്ചുപൂട്ടിയത്. 921 അനുകൂലമായി ഇത് എഴുതിയതിന്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു പ്രസംഗം കേട്ടോ? KM ഷാജിന്റെ പ്രസംഗം. മലപ്പുറത്തെ കലക്ട്രേറ്റ് മുമ്പിൽ നിന്നിട്ട് ഇവരിങ്ങനെ വികാരം കൊള്ളിക്കാണ് യൂത്ത് ലീഗിന്റെ അണികളെ. ഈ കലക്ട്രേറ്റ് ഉണ്ടല്ലോ, ഇത് പഴയ ബ്രിട്ടീഷുകാരന്റെ പട്ടാള ബാരക്കായിരുന്നു. അവിടെ മുസൽമാന്റെ രക്തമുണ്ട്, മജ്ജയുണ്ട്, മാംസമുണ്ട്, നിലവിളിയുണ്ട്. മജ്ജയുണ്ട്, മാംസമുണ്ട്, നിലവിളിയുണ്ട്. സഖാബ് പിണറായി പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? മലപ്പുറത്ത് വെച്ച് പൗരത്വ പ്രശ്നത്തിന്റെ സമയത്ത്
ഈ കുന്നിന്റെ അപ്പുറത്ത് വെച്ചിട്ടാണ് ആലിം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് പോലീസുകാർ വെടിവെച്ചു വന്നത്. അന്ന് വെടിവെക്കുവോ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കണ്ണ് കെട്ടരുത്, എന്റെ പിറകിൽ നിന്ന് വെടിവെക്കരുത്, എന്റെ മുമ്പിൽ നിന്ന് വെടിവെക്കണം, എന്റെ നെഞ്ചിലേക്ക് വരുന്ന വെടിയുണ്ടകൾ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് വെടിയേറ്റു മരിച്ച വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് പിണറായി പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമരം നടന്നപ്പോ ഒരുപാട് പേരുടെ രക്തവും മജ്ജയും മാംസവും ആ പട്ടാള ബാരക്കിലുണ്ട്. അത് സത്യ ഇല്ലേ? പക്ഷേ അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അന്ന് ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നു. എന്താ നിയമം? ആലി മുസ്ലിയാർ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. അതുകൊണ്ട് ഇനി പള്ളികള് ഉണ്ടാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര് കേട്ടിട്ടുണ്ടോ? കൊന്നാരി മക്കാം, കൊന്നാരി മക്കാം. എന്താ കൊന്നാരി മക്കാം? ഇന്നും അവിടെ നേർച്ച നടക്കുന്നു. ആ നേർച്ച എന്തുകൊണ്ടാണ്? കൊന്നാരി തങ്ങളെ കോയമ്പത്തൂർ ജയിലിട്ട് തൂക്കിക്കൊന്നതാ. ആരാ കൊന്നാരി തങ്ങൾ എന്ന് അറിയാം നിങ്ങൾക്ക്? ബ്രിട്ടീഷുകാരെതിരെ സമരം പ്രഖ്യാപിച്ച ധീരൻ, അയാളെ വെടിവെച്ചു വന്നു. ആ കാര്യം കേരളത്തിന്റെ നിയമസഭാ രേഖയിലുണ്ട്. എങ്ങനെ നിയമസഭാ രേഖയിൽ എന്താ അറിയോ? എത്ര ലീഗിന്റെ MLA മാരുണ്ട്? ഈ കാലത്തിനിടയിൽ കൊന്നാരി തങ്ങൾ എന്നൊരു വാക്ക് നിയമസഭയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരാ പറഞ്ഞത്? എം സ്വരാജ്, കമ്മ്യൂണിസ്റ്റുകാരനായ സ്വരാജ് പറഞ്ഞ നിയമസഭാ രേഖയിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, നേതൃത്വം പറയുന്നത് മുഴുവൻ ചെവിക്കൊള്ളാത്ത വിവരമുള്ളവരുണ്ടെങ്കിൽ അന്വേഷിക്ക്. ആ പേര് കേരളത്തിന്റെ നിയമസഭയിലെത്തിയത് സ്വരാജ് പറഞ്ഞോണ്ടാ. ഞാൻ വിശദീകരിക്കുന്നില്ല. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ. അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കിയ പള്ളി പൊളിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ പാടില്ല. ആരാ നിയമം കൊണ്ടുവന്നത്? 1921 ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. നിയമം മാറ്റിയോ? മാറ്റിയില്ല. 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, കാമരാജ് മുഖ്യമന്ത്രിയായി, ലീഗിന് 7 MLA മാരുണ്ടായി. ഉപ്പി സാഹിബ്, സീതി സാഹിബ്, പോക്കർ സാഹിബ്, ചടയൻ സാഹിബ്, 3 ഇന്ത്യയിൽ 3 സാഹിബന്മാര്, 7. ഞാൻ ചോദിക്കട്ടെ, ആ നിയമസഭയിൽ വെച്ചിട്ട് ആ മദിരാശി അസംബ്ലിയില് മലബാറിൽ പള്ളി ഉണ്ടാക്കാനുള്ള നിയമത്തെ കുറിച്ച് ഒരു അക്ഷരം സംസാരിച്ചോ ലീഗിന്റെ ആളുകൾ? നിങ്ങളിപ്പോ പള്ളി കമ്മ്യൂണിസ്റ്റ് ആക്രമിച്ചു എന്ന് പറയല്ലോ. ആ പള്ളി എന്താണ്ടാക്കിയേക്കളൊന്നാലേക്ക്? ഇവിടെയുള്ള പള്ളികൾക്ക് എത്ര പഴക്കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് പള്ളികൾ നമ്മുടെ നാട്ടിൽ. ഇപ്പൊ കുറച്ചേരത്തെ ബാങ്ക് കൊടുത്തോ ഞാൻ ഇവരോട് ഇരിക്കാൻ പറഞ്ഞു, രമേശൻ സഖാവ്. ഞാൻ ചോദിച്ചു, ഒരു പള്ളിയല്ലേ ഉള്ളൂ, ഒരു ബാങ്കല്ലേ ഉള്ളൂ? അദ്ദേഹം പറഞ്ഞു, ഒന്നാണ്. ഞാൻ പറഞ്ഞു, 5 ബാങ്ക് പള്ളിയിലോട്ട് വരിക. ഞാൻ AP-ക്കൊന്ന്, ഈക്കൊന്ന്, മുജാഹിദിനൊന്ന്, ജമാഅത്തിനൊന്ന്, പ്രവാചകന് ശേഷം നബിയുണ്ട് എന്ന് പറഞ്ഞ അഹമ്മദിയാക്കളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. 5 പള്ളി. ഈ നാട്ടിൽ ഇഷ്ടംപോലെ പള്ളി ഉണ്ടാക്കാം. ആ പള്ളി കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കാൻ വന്നു എന്ന് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞവർ മനസ്സിലാക്കേണ്ടതെന്നറിയോ? പള്ളി ബ്രിട്ടീഷുകാരെ നിരോധിച്ചു കഴിഞ്ഞപ്പോ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്ന ആരാന്നറിയോ? ആരാ കൊണ്ടുവന്നത്? 1956 നവംബർ 1 കേരളം ഉണ്ടായി. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. 1957 ഏപ്രിൽ 5 സഖാ VMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമം ഒക്കെ പറഞ്ഞ എന്റെ ഫ്രെയിം പോവും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാത്തത്. ഒരുപാട് പറയാനുണ്ട്. അത് കഴിഞ്ഞ് ഏപ്രിൽ 20-25 സമയത്ത് അദ്ദേഹം ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ വരുന്നു. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അവിടുത്തെ മുസ്ലിങ്ങൾ EMS-ന് നിവേദനം കൊടുക്കുന്നു, സഖാവെ പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല, പരിഹാരം ഉണ്ടാക്കണം. ആ നിവേദനം വായിച്ചിട്ട് EMS പറഞ്ഞു, പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശിയിലേക്ക് നിവേദനവുമായി പോയി ചെരുപ്പ് നടന്ന് ചെരുപ്പ് തന്നെ മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തിക്കില്ല, പരിഹാരം ഉണ്ടാക്കും എന്നാ പറയുന്നേ. 1957 ഏപ്രിൽ 25 കൂട്ടിക്കങ്ങള്, മെയ് 25 പരിഹാരം ഉണ്ടായില്ല. മെയ് കഴിഞ്ഞു, പരിഹാരം ഉണ്ടായില്ല. ജൂൺ മാസത്തിൽ കടന്നു. ജൂൺ മാസം 7-ാം തീയതി സഖാ VMS-ന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി. എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ സുഹൃത്തുക്കളെ, ആ ഉത്തരവിന്റെ കോപ്പിയാണ്. ഇത് കോപ്പി ഇവിടെ കൊടുക്കും, അല്ലെങ്കിൽ നാസിർ കൊളായി ബടായി പറഞ്ഞു പോയി. ഉത്തരവ് 7/6/1957. ഉത്തരവിന്റെ നമ്പർ MA/4/16/410/57/BPD. ഇത് ഒപ്പിട്ടത് KJ പോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ പാലക്കാട്, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ഈ 3 ജില്ലയാണ് അന്ന് മലബാർ. കാസർഗോഡൊക്കെ പിന്നുണ്ടായതാ, മലപ്പുറം അന്ന് പിന്നുണ്ടായതാ. ഈ 3 ജില്ലയിൽപ്പെട്ട മലബാറിന്റെ മണ്ണിൽ പള്ളി ഉണ്ടാക്കാൻ ഉത്തരവ് കൊണ്ടുവന്ന പാർട്ടിയുടെ പേര് തെറ്റാതെ പറയണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. മലപ്പുറം നേർച്ച കമ്മ്യൂണിസ്റ്റ് എന്ത് നേർച്ച? മലപ്പുറം നേർച്ച ബ്രിട്ടീഷുകാർ നിരോധിച്ചു. എന്താ കാരണം? മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളാണ് നേർച്ച. കുണ്ടോട്ടി നേർച്ച പോയി നോക്കിയപ്പോഴുണ്ട്. കുണ്ടോട്ടി നേർച്ച അവസാനിക്കണമെങ്കിൽ തട്ടാമരവ് വേണം, തട്ടാമാര് പെട്ടിയായിട്ട് വരണം, അപ്പോഴേ അവസാനിക്കും. മലപ്പുറം നേർച്ചയുടെ പ്രത്യേകത അതാണ്, വലിയ മതസൗഹാർദ്ദമാണ്. അത് നിരോധിച്ചു ബ്രിട്ടീഷുകാർ. ആ നിയമം മാറ്റി നേർച്ച പുനഃസ്ഥാപിച്ചു. ആര്? കമ്മ്യൂണിസ്റ്റുകാർ. മലബാർ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പോലീസിന്റെ പേര് MSP, മലബാർ സ്പെഷ്യൽ പോലീസ്. മാപ്പിളക്ക് പ്രവേശനമില്ല, ഒരിടത്ത് ന്യായന്റെ മാപ്പിള കലാപം അടിച്ചമർത്താൻ മാപ്പിളാരെ പറ്റൂല. ആ നിരോധനം പിൻവലിച്ചു.
പിൻവലിച്ചത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. 1960 അതുപോലെ തന്നെ ഇവിടുത്തെ അറബി ഉറുദു ഭാഷാധ്യാപകരെ നിയമിച്ചത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അല്ലേ? മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തത് ഞങ്ങൾ EMSന്റെ ഗവൺമെന്റ്. ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുകള്. മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പൊ സാന്ദർഭികമായി പറയാണ്, ഇവിടെ പറയല്ലോ, ലീഗിന്റെ ആളുകളും ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളും പറയാണ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, പിണറായി അടക്കം, അച്യുതാനന്ദ അടക്കം മലപ്പുറം ജില്ലക്കെതിരാണ്. ഞങ്ങൾക്കൊരു കഥ കേൾക്കണം. ആ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, ഒറ്റ തന്തക്ക് വരുന്നവർ ആ കമ്മ്യൂണിസ്റ്റുകാർ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കും. നടപ്പിലാക്കുന്ന കാര്യം പറയുന്ന നടപ്പിലാക്കിയിരിക്കും. അന്നതിന് എതിർത്താരാണ് ഒന്ന് ലീഗ്, അല്ല ഒന്ന് കോൺഗ്രസ്, പിന്നെ ആരാണ്? സാക്ഷാൽ RSS. ഒരു ദാരാ സിംഗ് വന്നിരുന്നു അന്ന് ഉത്തരേന്ത്യന്ന്. അദ്ദേഹം പ്രസംഗിച്ചെന്താ? ഉദരി ദേക്കോ ഉദരി മസ്ജിദ്, ഇദരി ദേക്കോ ഇദരി മസ്ജിദ്, പീച്ചെ ദേക്കോ പീച്ചെ മസ്ജിദ്. എവിടെ നോക്കിയാലും പള്ളിയാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ല അനുവദിക്കാൻ പാടില്ല. ആര്യാടം പ്രസംഗിച്ചെന്താ? കോൺഗ്രസ് പ്രസംഗിച്ചെന്താ? അവര് പറഞ്ഞു മലപ്പുറം ജില്ല അനുവദിച്ചാൽ പൊന്നാനി കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പലിറങ്ങും എന്ന് പറഞ്ഞാൽ മലപ്പുറം പാകിസ്ഥാനാവും. മലപ്പുറത്തെ പാകിസ്ഥാനായിട്ട് ആദ്യം പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ലീഗ് കോൺഗ്രസ് ആണ്. RSSന്റെ കൂടെ നിന്ന്. അതാ ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാർ ഒരു തീരുമാനം പറഞ്ഞാൽ അത് നടപ്പിലാക്കും. ഏത് കോൺഗ്രസ് എതിർത്താലും നടപ്പിലാക്കും. അതുകൊണ്ട് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാർ. മനസ്സിലാക്കി? ഇതിപ്പോ ഞാൻ പ്രസംഗിച്ചു പോയാൽ ലീഗിന്റെ ഒരു മറുപടി ഉണ്ട്. എന്തായിരിക്കും മറുപടി? മലപ്പുറം ജില്ല ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുണ്ടേനി, പണ്ടറടക്കാൻ ഒരുണ്ടേനി. നിങ്ങൾക്ക് കേൾക്കണം. 67 മന്ത്രിസഭ 57 ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന ഈ നാടിന്റെ ഗതിവേദികൾ മാറ്റിയ EMS സർക്കാരിനെ അട്ടിമറിക്കാൻ ആരുണ്ടായിരുന്നു? അതിലും ലീഗ് ഉണ്ടായിരുന്നു. തമ്പ്രാനെന്ന് വിളിപ്പിക്കും, വാളയിൽ കഞ്ഞി കുട്ടിപ്പിക്കും എന്ന് മുദ്രാവാക്യം വിളിക്കാൻ ലീഗ് ഉണ്ടായിരുന്നു. 57 EMS ഗവൺമെന്റിനെ നെഹ്റു പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ പാർട്ടി. വിശദീകരിച്ചാൽ വണ്ടി പോകും, അതുകൊണ്ടാണ് ചുരുക്കുന്നത്. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ കോലീബി അല്ല, കോൺഗ്രസ് ലീഗ് PSP, കോൺഗ്രസും ലീഗും PSPയും വന്നു, അധികാരത്തിൽ വന്നു. സീതി സാഹിബ് കേരളത്തിന്റെ സ്പീക്കറായി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ സീതി സാഹിബ് മരിച്ചു. ലീഗ് CH മുഹമ്മദ് കോയ സാഹിബിനെ കൊണ്ടുവന്ന് സ്പീക്കറാക്കാൻ. അന്ന് കോൺഗ്രസ് പറഞ്ഞത് എന്താണെന്നറിയോ? ലീഗ് മറന്നുപോയത് നിങ്ങള്. ദാവൂദേ തന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ രാത്രിയിലിരുന്ന് താൻ ഈ കഥ പറയണം. അന്ന് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ മുഖത്ത് നോക്കിയിട്ട് കോൺഗ്രസ് പറഞ്ഞു, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാൽ മാത്രമേ CHനെ സ്പീക്കറാക്കൂ. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് തൊപ്പി ഊരി സലാം വെച്ചു. മുസ്ലിം ലീഗിന്റെ ആ തൊപ്പിയില്ലേ, ആ തൊപ്പി ഊരി സലാം വെച്ചു. മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു. അങ്ങനെ സ്പീക്കറായി. ആ CHനെ ആദ്യമായി മന്ത്രിയാക്കിയത് 67 കമ്മ്യൂണിസ്റ്റുകാരാണ്. മറന്നുകൊണ്ട. CHനെ മാത്രമല്ല, കുരിക്കൽ മന്ത്രിയാക്കി. കുരിക്കൽ മരിച്ചപ്പോ നഹേ മന്ത്രിയാക്കി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലീഗിന് കൊടുത്തു. 67 മന്ത്രിസഭയിൽ നിങ്ങളുണ്ട്. ഉറപ്പല്ലേ നിങ്ങളുണ്ട്? 1 വട്ടം 2 വട്ടം 3 വട്ടം കച്ചവടം ഉറപ്പിച്ച് ഇനി മാറരുതിട്ടോ. 1967 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കേരളത്തിൽ ആദ്യമായി കള്ളിഷാപ്പ് തുടങ്ങാൻ തീരുമാനിച്ചത്. അതിലും നിങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ സമ്മതിച്ചാൽ മതി. ഒരു വാപ്പക്ക് 3 കുട്ടികളുണ്ടാവുമ്പോൾ 2 ഇല്ലാണോ ഒന്ന് പുറമ്പോക്കാന്ന് പറയാൻ പറ്റൂല. അതിലും നിങ്ങളുണ്ടായി, അത് നിങ്ങൾ സമ്മതിച്ചാൽ മതി. മനസ്സിലായി നിങ്ങൾക്ക്? ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് പിന്നിൽ ഞങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. ഈ കേരളത്തിൽ ഒരു മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നതിൽ മരിച്ചു വീണ ഒരു ലീഗുകാരന്റെ പേര് പറയുന്നത്. കേരളത്തിലെ ഒരു മുസ്ലിം പള്ളി സംരക്ഷിക്കുന്നതിൽ മരിച്ചു വീണുപോയ ഒരു ലീഗുകാരന്റെ പേര് പറയും. പോട്ടെ, വേറെ ഏതെങ്കിലും പാർട്ടിക്കാരന്റെ പേര് പറയും. ജമാഅത്ത് ഇസ്ലാമിന്റെ പേര് പറയും. SDPIക്കാരുടെ പേര് പറയും. പറയില്ല. പക്ഷെ ഞങ്ങൾ പറയും ഒരു പേര്. ആ പേരെന്താണ്? UK കുഞ്ഞിരാമൻ. അത് കേൾക്കുന്ന ലീഗുകാർ ചിരിക്കാൻ തുടങ്ങി. കൊളായി. കള്ളിഷാപ്പിലെ മരിച്ചുപോയ കുഞ്ഞിരാമന്റെ കഥ പറയാൻ തുടങ്ങി. കള്ളിഷാപ്പിലാണ് കുഞ്ഞിരാമൻ പിന്നെ മരിച്ചത് എന്ന് പ്രസംഗിച്ചത് ആരാന്നറിയോ? PT തോമസ്, കോൺഗ്രസിന്റെ നേതാവ് PT തോമസ്. ആ പ്രസംഗത്തിലുണ്ടായി, തപ്പാൻ നിന്നാ നേരല്ല. എന്താ PT തോമസ് പറഞ്ഞത്? UK കുഞ്ഞിരാമൻ പിന്നെ കൊല്ലപ്പെട്ടു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. രക്തസാക്ഷിയാണ്. ഞാൻ അന്നിറങ്ങിയ മനോരമ പത്രം നോക്കി, മാതൃഭൂമി പത്രം നോക്കി. ഈ 2 പത്രത്തിലും കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ട ഒരു വാർത്തയില്ല. കുഞ്ഞിരാമൻ ഏതോ കള്ളിഷാപ്പിൽ നിന്ന് അടിപിടി കൂടി ചത്തുപോയി എന്നാ പറഞ്ഞു. ഒരു രക്തസാക്ഷിയെ കുറിച്ച് ചത്തുപോയി എന്നാ പറഞ്ഞു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു മനോരമയിൽ നോക്കി, മാതൃഭൂമിയിൽ നോക്കി, കുഞ്ഞിരാമൻ പിന്നെ കൊല്ലപ്പെട്ട ഒരു വാർത്തയും ഞാനൊരു പത്രത്തിലും കണ്ടില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നിയമസഭാ സമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിൽ തലശ്ശേരി കലാപത്തെ കുറിച്ച്
സംസാരിച്ച പിണറായി വിജയൻ കുഞ്ഞിരാമൻ എന്നൊരു പേര് നിയമസഭയിൽ പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട PT തോമസേ, ഞാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. മൂപ്പര് ഇപ്പൊ അവിടെ ഉള്ളത്, മൂപ്പര് മരിച്ചുപോയി. നിങ്ങൾ പറഞ്ഞ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ വേറെ പറയേണ്ടത്. ആ ഭാഷ ഞങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ അന്നത്തെ മലയാള മനോരമ പത്രം നോക്കി. എന്റെ പ്രിയപ്പെട്ട PT തോമസിന്റെ കോൺഗ്രസ് ലീഗ് 1971 ഡിസംബർ 28 തലശ്ശേരി കലാപം തുടങ്ങുന്നത്. 1972 ജനുവരി 3 കുഞ്ഞിരാമന് കുത്തേൽക്കുന്നത്. 71 72 തമ്മിലല്ലട്ട വ്യത്യാസം. ഡിസംബർ 28 ജനുവരി 3 ഒരാഴ്ചനുള്ളിലുള്ള ദിവസം. ജനുവരി 3 കുഞ്ഞിരാമന് കുത്തേൽക്കുന്നു. 4 തീയതി കുഞ്ഞിരാമൻ മരിക്കുന്നു. ജനുവരി 5 പുറത്തിറങ്ങിയ മനോരമ പത്രമാണ്. എന്റെ പ്രിയപ്പെട്ട PT തോമസ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്നേഹിതന്മാരെ, ഇതിന്റെ കോപ്പി നമ്മുടെ കൊടുക്കും. മലയാള മനോരമ. ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ. നാസിർ കൊളായിക്കെതിരെ മനോരമയോട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറയണം. മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കൂത്തുപറമ്പിനടുത്ത നീർവേലി എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയുടെ ആക്രമണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തനായ UK കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈയിടെ അസ്വാസ്ഥ്യങ്ങളെ തുടർന്ന് പ്രാദേശികമായി രൂപീകരിക്കപ്പെട്ട സമാധാന കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് കുഞ്ഞിരാമൻ. സമാധാന കമ്മിറ്റിയുടെ ഒരു യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ജനസംഘക്കാർ ആക്രമിക്കുകയായിരുന്നു. എന്താ സമാധാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു പ്രദേശത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ, വീടുകളും ഇതുമൊക്കെ ആക്രമിക്കപ്പെടുമ്പോ അതിന് കാവൽ നിൽക്കാൻ. എന്താ മനോരമ പറഞ്ഞത്? ആ കമ്മിറ്റിയിൽ ഒരു അംഗമായിരുന്ന കുഞ്ഞിരാമൻ സമാധാന കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ജനസംഘക്കാർ ആക്രമിച്ചു. അന്നത്തെ മനോരമ, അന്നത്തെ മാതൃഭൂമി അതേ വാർത്ത. കണ്ണൂരിൽ സംഘടന ഒരാൾ മരിച്ചു. സമയക്കുറവുണ്ട വായിച്ചു പോകത്ത്.